മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മമ്മൂക്കായുടെ പുതിയ ചിത്രമായ കളങ്കാവലിൻ്റെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് നാം എത്തിയിരിക്കുന്നത്. അതിനു മുൻപ് വേഗത്തിലുള്ള സിനിമാ വിശേഷങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. പുത്തൻ പരീക്ഷണങ്ങളിലൂടെ മലയാളികളെ എന്നും വിസ്മയിപ്പിക്കുന്ന നടനാണ് മമ്മൂട്ടി. അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ കഥാപാത്ര വൈവിധ്യങ്ങളുടെ തുടർച്ചയാകും എന്ന് പ്രേക്ഷകർ കരുതുന്ന ഒരു സിനിമയാണ് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ. ചിത്രത്തിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നു. മമ്മൂട്ടിയുടെ തികച്ചും വ്യത്യസ്തമായ ഭാവം ഈ സിനിമയിൽ കാണുമെന്നാണ് ഉറപ്പ്. പോസ്റ്റർ പുറത്തുവിട്ട നിമിഷങ്ങൾക്കകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. നിരവധി യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് വിവരം. ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ പ്രചോദനമാകുന്നുണ്ടെങ്കിലും ഈ ചിത്രം തീർത്തും ഫിക്ഷണൽ സ്വഭാവത്തിലാണ് കഥ പറയുന്നത്. ചിത്രത്തെക്കുറിച്ച് സംവിധായകൻ ജിതിൻ കെ ജോസ് ആണ് മാധ്യമങ്ങളോട് ഇത് വെളിപ്പെടുത്തിയത്. മമ്മൂക്കയുടേത് എന്ന പോലെ തന്നെ വിനായകനും ഇതിന് മുന്നേ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത്. ഈ കഥാപാത്രത്തിനെ അത്യാവശ്യം ഇൻവോൾവ് ചെയ്താണ് അവതരിപ്പിക്കുന്നത്. സിനിമ ഓണായപ്പോൾ തന്നെ ഈ കഥാപാത്രം ആര് ചെയ്യണം എന്ന് സംബന്ധിച്ച് ഏറെ ചർച്ചകൾ നടന്നു. അപ്പോൾ മമ്മൂട്ടി തന്നെയാണ് വിനായകനെ സജസ്റ്റ് ചെയ്തത് എന്നാണ് സംവിധായകൻ കൂട്ടിച്ചേർക്കുകയുണ്ടായത്. സിനിമയിൽ വിനായകനാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതെന്നും മമ്മൂട്ടി വില്ലൻ വേഷത്തിലാണ് എത്തുന്നതുമെന്നാണ് റിപ്പോർട്ടുകൾ. റോഷാക്ക്, നൻപയൽ നേരത്ത്, മയക്കം, കാതൽ, കണ്ണൂർ സ്കോഡ്, ടർബോ, ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ പ്രൊഡക്ഷനാണ് പുതിയ ചിത്രം. ദുൽഖർ സൽമാൻ ചിത്രം, കുറിപ്പ്, ഓശാന എന്നീ ചിത്രങ്ങളുടെ എഴുത്തുകാരനാണ് ജിതിൻ കെ ജോസ്. മുജീബ് മജീദ് ആണ് സംഗീത സംവിധാനം. ഏതായാലും കളങ്കാവലിന് എല്ലാവിധ ആശംസകളും നേരിട്ടുകൊണ്ട് നിർത്തുന്നു. ഒന്നുകൂടി പറയുന്നു, ഇത്തരം സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ വൈകാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.